ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് തികച്ചും നാടൻ രീതിയിൽ ചെയ്തെടുക്കാവുന്ന ഒരു മട്ടൺ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളാണ്, അതുപോലെ വളരെ ടേസ്റ്റിയുമാണ്. നമ്മളിതിൽ കൂടുതൽ മസാലകളൊന്നും ചേർക്കുന്നില്ല. കുരുമുളക് പൊടിയും നല്ല ജീരകത്തിൻ്റെ പൊടിയുമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അതാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ സവോളയൊന്നും ചേർക്കുന്നില്ല. ചുവന്നുള്ളിയാണ് കൂടുതലായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ചുവന്നുള്ളി കൂടുതൽ ചേർക്കുമ്പോൾ കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയുമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയോ സവോളയോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഈ മട്ടൺ ആദ്യം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിന് ആവശ്യമായ പൊടികൾ കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, അതായത് നല്ല ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായി കൈകൊണ്ട് തിരുമ്മി യോജിപ്പിക്കുക. നന്നായി തിരുമ്മി മിക്സാക്കി എടുക്കണം. അതിനുശേഷം നമുക്കിത് കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചുവന്നുള്ളിയും വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. വേറെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലോട്ട് ചേർക്കുന്നില്ല. പിന്നെ എരിവിന് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം, അല്ലെങ്കിൽ നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, അത് മതി. നമ്മളിവിടെ ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം എടുത്തു വച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നന്നായി ചതച്ചതിന് ശേഷം ഈ വെളിച്ചെണ്ണയിലേക്കിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായി ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കുക. ഈ ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മട്ടൺ വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാവും. ഈ ഉള്ളി ഇവിടെ നല്ലവണ്ണം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ഗരം മസാലയോ അതുപോലെ തക്കാളിയോ ഇഞ്ചിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടി നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റി യോജിപ്പിച്ചെടുക്കുക. ഈ മസാലയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ട് വരട്ടിയെടുക്കാം. ഉള്ളിയൊക്കെ ഇതിലോട്ട് മിക്സായിട്ട് വരണം. ഒരുപാട് മസാലയൊന്നും ചേർക്കാത്ത നല്ലൊരു ഐറ്റമാണിത്. ഇതൊന്ന് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് മിക്സായി വരണം. നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ മട്ടൺ റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.